നമസ്കാരം. പശ്ചിമേഷ്യയിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഹിസ്ബുള്ള ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ തന്നെ ആക്രമിക്കുന്നുണ്ട്. ചെറുത്തു നിൽക്കാൻ പോലും ഇവിടെ ഇസ്രായേലിന് കഴിയുന്നില്ല. തിരിച്ചടി പേരിന് മാത്രമാണ്. ശക്തമായ ഒരു നീക്കം നടത്താൻ കഴിയാതെ ഇസ്രായേൽ വല്ലാതെ വെള്ളം കുടിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചെങ്കടലിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളില്ല. ഹൂത്തികൾ കളം നിറഞ്ഞു കളിക്കുകയാണ്. ഇസ്രായേലിന് ആയുധം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങളും അത് നടപ്പിലാവുന്നില്ല. ഇവിടെ എന്ത് വില കൊടുത്തും ഇസ്രായേലിന് ആയുധം കൊടുക്കുമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് പ്രഖ്യാപിച്ചതേ ഓർമ്മയുള്ളൂ. പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം തന്നെ സിറിയയിൽ അമേരിക്കക്ക് നല്ല പണി കിട്ടി. അതായത് അമേരിക്കയുടെ ഒരു സൈനിക താവളം മൊത്തത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും, അതായത് ഇത്ര ശക്തമായ പോരാട്ടം ഇറാൻ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ട് ഇറാൻ മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്ന ഒരു ചോദ്യം ഇവിടെ പലരും ഉയർത്തുന്നുണ്ട്. ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാന് ഭയമാണ് എന്നാണ് ഒരു വിഭാഗം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരെയാണ് ഭയക്കുന്നത് എന്ന് നമുക്ക് പല വിഷയങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇറാനെ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അമേരിക്ക ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അമേരിക്ക തീയതി കുറിച്ചു, സമയം കുറിച്ചു, യുദ്ധവിമാനങ്ങൾ സജ്ജമാക്കി, സൈനിക വിന്യാസം നടത്തി. എന്നിട്ടും ഇറാൻ അനങ്ങിയില്ല. സമയവും അതുപോലെ തന്നെ തീയതിയുമൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ഇറാൻ സംയമനം വലിച്ചു. എടുത്തുചാടി ഒരു അറ്റാക്കിന് മുതിരാതിരുന്ന ഇറാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇവിടെ വളരെ വ്യക്തമായ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഇറാന്റെ പക്കൽ 164.7 കിലോഗ്രാം സമ്പുഷ്ട യുറേനിയം ഉണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലാണ്. അതായത് ഇറാന്റെ ആണവാഭിലാഷങ്ങൾ പൂവണിയാൻ പോകുന്നു. ഇറാന്റെ പക്കൽ 4 ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള യുറേനിയത്തിൽ ഇനി 2 കിലോഗ്രാം മാത്രമാണ് കുറവ് എന്നാണ് ഇവിടെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഇറാൻ ഒരുപാട് വളർന്നിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോളം ആയുധമില്ല, ഇസ്രായേലിനോളം വ്യോമാക്രമണത്തിനുള്ള ശേഷിയില്ല, അമേരിക്കയുമായി പിടിച്ചു നിൽക്കാനുള്ള ശേഷിയില്ല എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അത് നിരന്തരം മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു. വലിയ പ്രാധാന്യത്തോടു കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇറാന്റെ കുറവുകളെ എടുത്തു കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ ഓരോ ദിവസം കഴിയും തോറും മെച്ചപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയുടെ ചേരിയിലുണ്ടായിരുന്ന, ശക്തമായി അമേരിക്കയെ സപ്പോർട്ട് ചെയ്തിരുന്ന സൗദി അറേബ്യയുടെ മനസ്സുമാറ്റാൻ ഇറാനായി എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ചൈന പോലും അപലപിക്കുന്ന, ഇസ്രായേലിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. റഷ്യയും അതുപോലെ തന്നെ ഉത്തര കൊറിയയും മറ്റ് രാജ്യങ്ങളുമൊക്കെ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായും റഷ്യയെ ഇറാൻ ചേർത്ത് പിടിക്കുന്നു. തിരിച്ച് റഷ്യയും ഇറാനോടൊപ്പം ചങ്കായി തന്നെ കൂടെ നിൽക്കുന്നു. തുർക്കിയും റഷ്യയും സിറിയയിൽ സംയുക്തമായിട്ടുള്ള സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നു. വലിയ മുന്നേറ്റമാണ് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഇറാന് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇതാ ആണവായുധത്തിന് അടുത്തെത്തി എന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നു. അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇറാന്റെ പക്കലുണ്ട്. ഇനി ഇറാനെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ 1-2 ആഴ്ചകൾക്ക് മുമ്പ് വേണ്ടി വന്നാൽ ഇറാൻ ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന വാർത്തകൾ വന്നപ്പോൾ പലരും അതിനെ പുച്ഛിച്ചു തള്ളിയിരുന്നു. അതിനെ ചിരിച്ചു തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇനി ചിരിച്ചു തള്ളണ്ട എന്ന് ഇറാൻ ഇവിടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഏറ്റവും ശക്തമായ ശിക്ഷ, അതായത് ഉചിതമായ സമയത്ത് ഇസ്രായേലിന് കൊടുക്കണമെന്ന് ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയതാണ്. അല്ലാത്ത പക്ഷം, ആ ഒരു ശിക്ഷ നടപ്പാക്കാത്ത പക്ഷം ദൈവകോപം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം കൊടുത്തിരുന്നു. തീർച്ചയായും ആ ശിക്ഷ ഏതറ്റം വരെ പോകും എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമുക്ക് നൽകുകയാണ്.